ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂർ ബായി കോളനിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ടെത്തുകയും ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ കൂടി ഒപ്പം ചേർക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അവരെ എല്ലാവരെയും തൂഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ഇവിടുന്ന് മടങ്ങിപ്പോയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇവിടുത്തെ അന്തേവാസി കൂടിയായിട്ടുള്ള ഒരു അന്യസംസ്ഥാന തൊഴിലാളി ചേരുകയാണ്. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് ജമറുൽ മുല്ല. എവിടെയാണ് സ്ഥലം? കൽക്കട്ട, മുർഷിദാബാദ്. ഇപ്പൊ ആഭ്യന്തരമന്ത്രി വന്ന് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുകയായിരിക്കും. ഇനി എങ്ങനെയായിരിക്കും ഇവിടുത്തെ ലഹരി പ്രശ്നങ്ങളൊക്കെ മാറുമോ? നല്ല പ്രശ്നം ഇപ്പൊ മാറിയിട്ടു എടുക്കണോ? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, നിലവിലെ ഷോ ആയിട്ട് ആൾക്കാർ ചോദിക്കണോ. നേരത്തെ ഒക്കെ നല്ല പ്രശ്നം ഉണ്ടായി. ഈ ഗാഞ്ചവ എല്ലാ കച്ചവടം വില മദ്യമൊക്കെ കൂടെ എല്ലാം പ്രശ്നം ഉണ്ടായി. എന്നിട്ട് പോലീസ് വന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ കൂടിയിട്ട് എല്ലാം ശരിയായി. ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. ആഭ്യന്തരമന്ത്രി പറഞ്ഞത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഈ പ്രശ്നത്തിനെ പരിഹരിക്കണം, കാരണം നിങ്ങളാണ് ഈ നാടിന് വേണ്ടിയിട്ട് തൊഴിലെടുക്കുന്ന ആളുകൾ എന്നാണ്. അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? അതിൽ കുറച്ച് നല്ല ക്ലിയറായിട്ട് സന്തോഷം. നമ്മുടെ ആൾക്കാരൊക്കെ കൂടി കണ്ടുകൊണ്ടും എല്ലാം. അപ്പൊ എല്ലാവരും ചേർന്ന് ഇനി ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഇവിടെ ലഹരിയുടെ പ്രശ്നമുണ്ടോ? പ്രശ്നം ഇപ്പോൾ ഇല്ല. പ്രശ്നം കഴിഞ്ഞു. ഇത് ഓപ്പറേഷൻ തൂഫാനിലെ പ്രശ്നം കഴിഞ്ഞു. അത് നല്ല ഇത് ഓപ്പറേഷൻ തൂഫാൻ. നമ്മളെ എല്ലാം നല്ല സജ്ജീകരിക്കണേ. ഒരു പ്രശ്നമില്ല. എല്ലാ പ്രശ്നത്തിലും നിങ്ങൾ പോലീസിന്റെ ഒപ്പം ഉണ്ട്. പോലീസിലെ പ്രോബ്ലം ഉണ്ടോ നമ്മൾ പോലീസിലെ പറയും. പ്രോബ്ലം ഉണ്ടത് പോലീസിലെ നമ്മൾ പറയും. എങ്ങനെയുണ്ടായിരുന്നു മന്ത്രിയുടെ പ്രസംഗമൊക്കെ? ഹിന്ദിസെ ഉസ്കാ പ്രസംഗം ഹിന്ദിസെ നല്ല ഹിന്ദി പുള്ളിക്ക് നല്ല അറിയോ ഹിന്ദി ഫുൾ അറിയോ പുള്ളിക്ക്. നല്ല മന്ത്രി. ഹാപ്പിയാണോ? ഹാപ്പി. നല്ല മന്ത്രിയാണ്. നല്ല മന്ത്രി. एकदम സുഖം. तूफान लंका गिट्टी उंडो. तूफान वारियर्स आनो. बबलू मुल्ला, ये भाई कॉलोनी में खाना अच्छा नहीं, पैसा देता है जास्ती प्रॉब्लम, मोबाइल चोरी करी सब बेचता है मालीरा में. इधर अच्छा लगता है, घर में पैसे भेज देता नहीं. बच्चा लोग को पैसे मिला के मांगे तो फोन का दिन करता है ये भाई कॉलोनी में. രമേശ് ചെന്നിത്തല തൂഫാൻ വാരിയറായി പ്രഖ്യാപിച്ച ഒരാളാണ് ഈ ബബ്ലു മുല്ല. മന്ത്രിയുടെ അടുത്ത് തന്നെ ഒരു പരാതി പറഞ്ഞു. ഇവിടുത്തെ ഭക്ഷണത്തിൽ പ്രശ്നമുണ്ട്, വെള്ളത്തിൽ പ്രശ്നമുണ്ട്, അങ്ങനത്തെ ഇവിടുത്തെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ മന്ത്രിയുടെ അടുത്ത് നേരിട്ട് പറയുവാൻ ധൈര്യം കാണിച്ച ഒരാളാണ്. कलंदरा मामूल पवलियन मालूम नहीं इनमें प्रॉब्लम बसना अच्छा लगता नहीं जास्ती पैसे करते एल्लूले पैसे करते डेली डेली बसना ശരിയില്ല പിന്നെ ഭായ് കോളനി ജാസ്തി പ്രॉब्लम. ഇത് മന്ത്രിയോട് പറഞ്ഞോ? മന്ത്രിനെ പറഞ്ഞു. മന്ത്രി എന്ത് പറഞ്ഞു? എല്ലാം ഭാഗ്യശ്രീ ഖാൻ അച്ഛനെ പറയാം. मंत्री प्रश्न प्रॉब्लम सॉल्व ചെയ്യുന്നു പറഞ്ഞോ? आप तूफान वारियर है ना? तूफान वाले हैं. तूफान वारियर. बबलू मुल्ला तूफान वारियर है. तूफान वाले बबलू मुल्ला तूफान मुल्ला. आपको मलयालम मालूम है ना? तो मिनिस्टर का बात को कुछ बोलिए. क्या बोला? ऑपरेशन तूफान के लिए कुछ बोली? कुछ नहीं बोली. എന്തായാലും നല്ല വിഷയം. कुछ हिंदी से बोलिए. हिंदी से बोले. हिंदी से बोलने से इधर का मंत्री आया वो पूरा आदमी को बोला ये कुछ मध्य. भैया ऑपरेशन तूफान अच्छा है ना? बहुत अच्छा है. वो मंत्री साहब ने कहा ना वो इधर से ड्रग्स और गजा इसको मना किया, आदमी को खाने के पीने के मना किया. ये तो इंसान के लिए अच्छा करता है. ये बहुत ही अच्छा है. इस देश का भलाई के लिए करता है. ऐसा इस ऑपरेशन के लिए तुम्हारा फुल सपोर्ट है? सपोर्ट है. हम लोग चाहते हैं सब लोग अच्छे रहे. पुलिस के साथ आप साथ हो? पुलिस आइन भी पुलिस भी साथ है, हमारा साथ में पुलिस रहे. ऐसे हम चलना चाहिए. തീർച്ചയായും അപ്പോൾ ഇവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികളും ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അവർ വളരെ സന്തോഷത്തിലാണ് മന്ത്രിയുടെ സന്ദർശനത്തിലും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളിലും എന്നുള്ളതാണ്. ഓരോ അന്യസംസ്ഥാന തൊഴിലാളികളെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം എന്നുള്ളതും ശ്രദ്ധേയമായിരുന്നു. നല്ല ഒഴുക്കൻ ഹിന്ദിയിൽ അദ്ദേഹം സംസാരിച്ചത് ഇവിടുത്തെ ഓരോ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഹൃദയത്തിൽ കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം അതിശക്തമായി തന്നെ തുടരുകയാണ്. അതിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ തുടക്കം ഇന്ന് പെരുമ്പാവൂരിൽ ഭായ് കോളനിയിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു. ഷെർമോഹനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1.